ഹലോ കുട്ടീസ്, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നാണല്ലോ. ആ പാസ്റ്റത്തെ ഒരു വീഡിയോ ആണ് ഇത്. ഈ പാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് വലിയൊരു സാധനമായിട്ട് കേട്ടോ. ഞാൻ വേറൊന്നുമല്ല, തലവേദന. അത് പോയി എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെയും വന്നു. പിന്നെ അതൊന്ന് കുളിച്ച് ഫ്രഷ് ഒക്കെ ആയപ്പോഴത്തേക്ക് നല്ലതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ലൊരു ചായ കുടിയും കൂടെ ആയേ. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് കുടിക്കുമ്പോഴാട്ടോ നമ്മുടെ പല കാര്യങ്ങളും മനസ്സിൽ കൂടെ ആലോചിച്ച് പോകുന്നത്. ഇവനെ ഇങ്ങോട്ട് വിളിച്ചാൽ അവൾ അങ്ങോട്ട് ഓടും കേട്ടോ. ഞാൻ ഇവൻ ഇവിടെ നിന്നൊക്കെ വിളിക്കും, പക്ഷേ ഗേളാണ് കേട്ടോ. അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഈ മാവ് പൂത്ത കാര്യം കണ്ടത്. അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ വിളകൊക്കെ എടുത്ത് പുറത്തിട്ടുണ്ടായിരുന്നു. മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചെടുത്തിടാമല്ലോ. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നേ. മുറ്റം തൂത്ത് തുടങ്ങിയാൽ പിന്നെ തൂത്തൂത്തി ഞങ്ങൾ റോഡ് വരെ പോവേ. പണ്ടോട്ടുള്ളൊരു ശീലം കേട്ടോ. അത് ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ ചവിട്ടി തേച്ച കുറച്ച് ചെളി ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അങ്ങ് തുടച്ചെടുക്കാമെന്ന് കരുതിയേ. ഈ സോക്സ് ഇട്ടുകൊണ്ട് തുടയ്ക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ, ബുദ്ധിയാണേ എല്ലാം. അപ്പോൾ തുടച്ചെടുത്ത് നമ്മുടെ കാലിലഴുക്ക് പിന്നെയും പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ അങ്ങനെ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാണ്ട് കയറിയേ. നേരത്തെയൊക്കെ അരി ഉഴുന്ന് അരച്ചായിരുന്നു കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെ മടിച്ചില്ലാത്ത കാരണം ഇപ്പോൾ കടയിൽ നിന്ന് കേട്ടോ മാവ് വാങ്ങുന്നത്. എല്ലാം ഒരു ടെക്നോളജി ആണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചമ്മന്തി അതേപോലെ തന്നെ ചട്നി ഉണ്ടാക്കാനാണ് കേട്ടോ കരുതിയത്. അപ്പോൾ രാത്രി ഉണ്ടാക്കുന്ന ഫുഡായതുകൊണ്ട് രാവിലത്തേക്കും എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ തോനെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ തക്കാളി ചട്നി ഉണ്ടാക്കി. എനിക്ക് തിക്കായിട്ടിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ലൂസായിട്ടിരിക്കണേ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഈ തക്കാളി ചട്നി ഞാൻ ഈ ഇടയ്ക്കായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റാണ് ഞാൻ പിന്നെയും ഉണ്ടാക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ദോശയുടെ കൂടെ ടച്ചിങ്സ് ആയിട്ട് 2 മുട്ടയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. ബൈ ബൈ, സീ യു.